എന്താണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മതമാണോ എന്ന് വരെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്തിനാണ് കേരളത്തിലെ BJP ആവട്ടെ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാവട്ടെ ഉണ്ടാക്കിയത്? ഇപ്പൊ ഈ സംസ്ഥാനത്തെ വകുപ്പ് മന്ത്രിയെ ഇന്നത്തെ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയത് എന്തിനായിരിക്കും? മനസ്സിലായി. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? മതമാണെന്നൊക്കെ അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അവരുടെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയാണെന്ന്. ഈ എന്തുട്ട് റോഡിലും മതം, എന്തുട്ട് റോഡ് കൃത്യമായിട്ട് പണിത്, പാലം പണിത്, ഹൈവേകൾ പണിത്, കൃത്യമായിട്ട് അതിൽ ടാറിട്ട് അതിൽ ഭംഗിയായിട്ട് മനോഹരമായിട്ട് റോഡ് ഓടിക്കുന്നതിലും വണ്ടികൾ ഓടിക്കുന്നതിലും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിലും എന്തുട്ടും മതം. അപ്പോൾ അതിനകത്ത് മതം കുത്തി കയറ്റിയിട്ട് അതിനകത്ത് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് നോക്കാൻ അവരൊരു സൂത്രപ്പണി ഒപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അവർ തന്നെ കയ്യിൽ ഇട്ടോട്ടെ, അവർ തന്നെ അത് കൊണ്ടു നടന്നോട്ടെ, നമുക്കതിൽ വിരോധമില്ല. നിതിൻ ഗഡ്കരിയുടെ മന്ത്രിസഭ, അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് കാര്യം അന്വേഷിക്കുന്നു, ക്ഷണിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഡേറ്റ് എടുക്കുന്നു, ഡേറ്റ് എടുത്ത് മുഖ്യമന്ത്രി പങ്കെടുക്കാമെന്ന് പറയുന്നു, മുഖ്യമന്ത്രി വരാമെന്ന് പറയുന്നു, അതനുസരിച്ച് പരിപാടി നിശ്ചയിക്കുന്നു. കൺസേൺഡ് ആയിട്ട് ആദ്യം റെയിൽവേയുടെയും ഈ പരിപാടി മാത്രമാണ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് മറ്റു പരിപാടികളും കൂടി വന്ന സമയത്ത് അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള ആളുകളായിട്ടുള്ള മന്ത്രിമാരെ അറിയിച്ചിരിക്കുന്നു. ഇവിടെ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ് ഹെഡിനെ കൃത്യമായി അറിയിക്കുന്ന സമയത്ത് PWD മിനിസ്റ്ററെ അതിനകത്ത് പങ്കെടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ അന്ന് മുഖ്യമന്ത്രിക്ക് അത് പറയാമായിരുന്നു. കേരളത്തിൻ്റെ സർക്കാർ ആ PWD മന്ത്രിയെ മറന്നത് നമ്മുടെ കുറ്റാണോ? അത് മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കണം. അപ്പോഴാണ് മുഖ്യമന്ത്രിയോട് ചോദിച്ചത്. ആ സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞോ ഈ 2 മന്ത്രിമാർ മതി, അതായത് മറ്റ് 2 വകുപ്പുകളുടെയൊക്കെ വികസന പദ്ധതി ഉണ്ടല്ലോ, MP രാജേഷ് വേണം, K കൃഷ്ണൻകുട്ടി വേണം, അപ്പോൾ മുഹമ്മദ് റിയാസ് ഈ PWD മന്ത്രി ആവശ്യമില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാണോ? മുഖ്യമന്ത്രിക്ക് നിതിൻ ഗഡ്കരിയുടെ വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ ഗോപനടക്കം ഇപ്പൊ പറഞ്ഞ കാര്യം വളരെ കൃത്യമാണല്ലോ. ആ വകുപ്പ് വളരെ ഭംഗിയായി കാര്യം ചെയ്യുന്നു. ആ ഭംഗിയായി തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കൃത്യമായി അദ്ദേഹത്തിന്റെ ഡേറ്റ് എടുത്ത് അദ്ദേഹത്തിന്റെ സൗകര്യം എടുത്ത് ആ സമയത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിൽ അയ്യപ്പദാസ് പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്. PM ഓഫീസിന് ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല. ഇത് ഗഡ്കരിയുടെ വകുപ്പാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആ വകുപ്പ് തന്നെയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളതും. ഇവർ എന്താണ് പറയുന്നത്? അതിനകത്ത് റിയാസിനെ വിളിച്ചിട്ടില്ല. അതിൽ ഒരു രാഷ്ട്രീയവും പറയാം, അതിനകത്ത് യാഥാർത്ഥ്യവും പറയാം. എന്താണ് രാഷ്ട്രീയം? രാഷ്ട്രീയത്തിനകത്ത് വളരെ കൃത്യമായിട്ട് പറയാം. സ്റ്റേറ്റ് ഹെഡ് എന്ന് പറഞ്ഞ രീതിയിൽ CM-നെ കാര്യങ്ങൾ അറിയിക്കുന്ന സമയത്ത് CM-ന്റെ ഓഫീസിൽ നിന്ന് ഇവരെ വിളിച്ചാൽ മതി, ഇവരെ വിളിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ച അയ്യപ്പദാസിനോട് മറിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. എന്തുകൊണ്ടാണ് ഇതിനകത്ത് PWD മിനിസ്റ്ററെ ഉൾപ്പെടുത്തണമെന്ന് ഇതേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചോദിച്ചിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ? അതും കൂടി ചോദ്യമാകണ്ടേ? എന്താ പറയാഞ്ഞത്? ഞാൻ മേടിച്ചിട്ടേ പോകൂ. ഞാൻ ചോദിക്കുകയാണ്, സങ്കടപ്പെടുന്നതിൽ അർത്ഥമില്ല. റിയാസിന്റെ വകുപ്പ് ഇതിനകത്ത് ഒരു റോളില്ലെന്ന് അയ്യപ്പദാസെ. എന്ത് റോളാ റിയാസിന്റെ വകുപ്പ്? PWD വകുപ്പത്തിനുള്ളേ. ഈ മനോരമ ചാനൽ കാണുന്ന വ്യക്തികളോട്, പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഫുൾ 100% കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പദ്ധതി, അതിൽ സ്ഥലമേറ്റെടുപ്പിന്റെ 25% ഇവർ കൊടുക്കാമെന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ കൊടുത്തു. ആ 25% എന്ന് പറയുമ്പോൾ 5500 കോടി എത്തിയപ്പോൾ ഇവർ പറഞ്ഞു ഇനി ഞങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ പൈസ ഇല്ല, ഞങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. 5500 കോടി കിഫ്ബി എന്നാണ് ഇവർ കൊടുത്തത്. കിഫ്ബിയുടെ ചെയർമാനായിട്ടുള്ള മുഖ്യമന്ത്രിയോട് കൃത്യമായി കാര്യം അറിയുകയും ചെയ്യാം. മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുമുണ്ട്, ഒരു സംശയം വേണ്ട. കിഫ്ബിന്ന് കൊടുക്കുന്ന 5000-ന് എൻ്റെ മറ്റു കാശിനൊരു വിലയില്ലേ? കേന്ദ്ര സർക്കാർ, ഞാൻ പറഞ്ഞു ഇതൊന്നും ഔദാര്യമൊന്നുമല്ല. കേരളത്തിനകത്ത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാകുന്ന സമയത്ത് കേരള സംസ്ഥാനത്തിന്റെ 1ാം നമ്പർ ആയിട്ടുള്ള CM-നെ ഈ കാര്യം കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സമയമെടുത്ത് അദ്ദേഹം പങ്കെടുക്കണമെന്ന് ബോധ്യപ്പെടുത്തുന്ന സമയത്ത് അദ്ദേഹം വരേണ്ട ഉത്തരവാദിത്തം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രിക്ക് എന്താ, അദ്ദേഹത്തിന്റെ മന്ത്രിയെ പങ്കെടുപ്പിക്കണമെന്ന് പറയാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല? അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാമായിരുന്നില്ല. എന്താ അദ്ദേഹം പറയാഞ്ഞേ? മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലെന്നാണോ? അതിനകത്ത് മതം എന്തിനാ കുത്തിക്കയറ്റിയേ? മുഖ്യമന്ത്രിയുടെ ആഫീസ് റിയാസിനെ പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കത്ത് നിങ്ങളൊന്ന് പറ. ചോദിച്ചപ്പോ പിണറായി വിജയൻ പറഞ്ഞു മന്ത്രിയെ വിളിക്കണം, അങ്ങനെ മുഹമ്മദ് റിയാസ് വന്നു. 2006 ഇതേപോലെ ക്ഷണിച്ചപ്പോ പിണറായി വിജയനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു റിയാസ് വേണ്ട. ഇതാണ് താങ്കൾ പറയാൻ ശ്രമിക്കുന്നത്? റിയാസിന്റെ ഒന്നും കാര്യമില്ല ഇതിനകത്ത്. റിയാസിന്റെ റോളും ഇല്ല. PWD വകുപ്പിന് ഒരു റോള്. പിന്നെ എങ്ങനെ? ശരി, നോക്കൂ, പിന്നെ എന്തിനാ 2022 വിളിച്ചു? ഇത് പറയൂ. 2022 ഡിസംബറിൽ പിന്നെ എന്തിനാണ് ആ വേദിയിൽ? അല്ല, റിയാസിനകത്ത് ഒരു റോളില്ലെന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. വിളിച്ചു റിയാസിനെ വിളിക്കേണ്ട 2022 ഡിസംബറിൽ എന്തിനു വിളിച്ചു? റിയാസിന്റെ PWD വകുപ്പിന് ഇതിനകത്ത് ഒരു റോളുമില്ല. കൃത്യമായ കാര്യമാണ്. 5000 കോടി രൂപ. പിന്നെ റിയാസിന് ഇതിന്റെ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ തട്ടിപ്പ് കാണിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി കൊടുത്തില്ല എന്നുള്ളതാണ് അവരുടെ ടേക്കെങ്കിൽ അത് അവരേറ്റെടുത്തു. അയ്യപ്പദാസെ പറ, മനോരമ ചാനലിന്റെ അയ്യപ്പദാസെ പറ,
അയ്യപ്പദാസെ, നിങ്ങൾ പറ, മനോരമ ചാനൽ ചർച്ച ചെയ്യുന്ന സമയത്ത് 67,000 കോടി രൂപയുടെ പദ്ധതി കേരള ജനത്തിന് കൊടുത്തത് നല്ലതോ ശരിയോ എന്നല്ലേ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്? അത് ഗംഭീരമായി എന്നല്ലേ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്? പകരം ഇതേപോലെ അനാവശ്യമായിട്ടുള്ള ഒരു ഓട്ടക്കാലണ വിവാദം കൊണ്ടുവരുന്നത് എന്താണ് അർത്ഥം? ജനങ്ങൾ അവകാശമാണ്, നാടിന്റെ അവകാശമാണ്. സാറ് തെറ്റിദ്ധരിച്ചിരിക്കുക. ഇദ്ദേഹം ഒരു സാധുവും പരമപരോപകാരിയുമാണ്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ വന്നിട്ട് ചോദിക്കുകയാണ്, മരുമോനെ എന്തിനാണ് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന TPG നമ്പ്യാറുടെ മരുമോനായതുകൊണ്ടാണോ ഈ BJP സംസ്ഥാന അധ്യക്ഷനെ പരിപാടിയിലേക്ക് വിളിച്ചത് എന്നൊരു മറുചോദ്യം കൂടി ഉയർന്നു വരും. അപ്പോൾ മരുമോൻ എന്നതിനപ്പുറത്ത് ഈ സംസ്ഥാനത്തെ PWDയുടെ മിനിസ്റ്ററാണ് അദ്ദേഹം. അപ്പോൾ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. ഈ നിയമപരമായി പ്രോട്ടോകോൾ നിയമങ്ങളൊന്നും ആ സംസ്ഥാനത്തെ PWD മിനിസ്റ്ററെ വിളിക്കണമെന്ന് പറയുന്നില്ല. പക്ഷെ അവിടെ ഒരു കോഡ് ഓഫ് കണ്ടക്ട്, മുൻകാല പ്രാക്ടീസുകൾ, ഇതാണ് നമ്മൾ വിലക്കെടുക്കുക. ബീച്ചുകൾ തുറന്നു കൊടുക്കാൻ വേണ്ടി എന്തിനാണ് പ്രധാനമന്ത്രി തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്തതെന്ന് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അയ്യപ്പദാസ് നേരത്തെ സൂചിപ്പിച്ചു അത്. അതായത് ഈ പണി പൂർത്തിയാകുന്ന മുറയ്ക്ക് അത് തുറന്നു കൊടുത്ത് ജനങ്ങൾക്ക് അതിൻ്റെ അവസരം ഉണ്ടാക്കേണ്ടതാണ്. പക്ഷേ ഓരോ റീച്ചും തുറക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നിതിൻ ഗഡ്കരി അടക്കമുള്ളവരെ കൊണ്ടുവരുന്നതിന് പിന്നിലെ രാഷ്ട്രീയ ലാക്ക് എന്താണ് എന്ന് ജനത്തിന് മനസ്സിലാവും. അരിയാഹാരം കഴിക്കുന്നവർക്ക് അതൊക്കെ മനസ്സിലാവും. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ, പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. നിക്ഷേപം, മതാധിക്ഷേപം, വിഭാഗീയ വർത്തമാനം, ഇങ്ങനത്തെ വർത്തമാനം പറയാ. എന്നിട്ട് മറ്റേ ഇവരുടെ ഒരു കേന്ദ്രമന്ത്രിയുള്ള മിടുക്കൻ എല്ലായിടത്തും പോയി ഇവിടെ നാഷണൽ ഹൈവേ വരും കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുക്കും. വരും മോനെ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി ഇത്തരത്തിലുള്ള വർത്തമാനം പറഞ്ഞാൽ ഇവിടുത്തെ ജനം ഏറ്റെടുക്കില്ല എന്നും അത് ഡസ്റ്റ്ബിന്നിലിട്ട് ഫ്ലഷ് അടിച്ച് കളയുകയുള്ളൂ ആ പാർട്ടിയെയും ആ നേതൃത്വത്തെയും എന്ന് വ്യക്തമായ ബോധ്യം ഇവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ വീണ്ടും സംപൂജ്യരായി ഇരിക്കേണ്ടി വരുന്നത്. എൻ്റെ ചോദ്യം സ്ട്രൈറ്റ് ചോദ്യമായിരുന്നു. ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കേരളത്തിലെ നോഡൽ ഏജൻസി ആരാണ്? ഇതാണ് എൻ്റെ ചോദ്യം. കാരണം അദ്ദേഹം ഇടുന്നതുകൊണ്ട് ഈ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു കാര്യം, അമ്മായിയപ്പൻ മരുമോൻ പ്രശ്നം എടുത്തിട്ടു. BJP, അതായത് പിന്നെ BJP പ്രവർത്തകനല്ല, BJP വിലയ്ക്ക് വാങ്ങിച്ച ഒരാളാണ്. പക്ഷെ BJP പ്രവർത്തകനായ ശ്രീ സുരേഷ് അതിനേക്കാൾ കടത്തി മറ്റൊരു ചോദ്യം ചോദിച്ചു. അത് രണ്ടും കേട്ടോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്, ഈ പണ്ട് കോളേജിൽ തല്ലുണ്ടായപ്പോൾ ഒരു വിദ്യാർത്ഥി പ്രിൻസിപ്പലിന്റെ കുത്തിന് പിടിച്ചിട്ട് ചോദിച്ചു, താൻ ആരാന്ന് ചോദിച്ചു. ഞാൻ പ്രിൻസിപ്പലാന്ന് പറഞ്ഞു. തനിക്കെന്തോട് കോളേജ് കാര്യം എന്ന് ചോദിച്ചു. ആരോട്? പ്രിൻസിപ്പലിനോട്. അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട് നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം മനസ്സിലായിട്ടുണ്ട്. അതുപോലെയാണ് PWDക്ക് എന്താണ് കേരളത്തിലെ റോഡ് വികസനത്തിൽ കാര്യമെന്ന് ചോദിച്ച കേരളത്തിലെ ആദ്യത്തെ പാനലിസ്റ്റാണ് BJPയുടെ ഇന്നത്തെ പ്രതിനിധി. എന്തായാലും കഷ്ടമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതിനകത്ത് 2-3 പ്രശ്നങ്ങൾ അദ്ദേഹം പറഞ്ഞു, ബാക്കിയെല്ലാം ഞാൻ വിടുന്നു. ഒന്ന്, ഇതിൻ്റെ നോഡൽ ഏജൻസി PWD ആണ്. അതുകൊണ്ടാണ് സഖാവ് G. സുധാകരനെ അന്ന് ഈ പരിപാടിക്ക് വിളിച്ചത്. ആര് വിളിക്കുന്ന ആരാ? കമ്പനി നിശ്ചയിക്കുന്ന ആരാ? ടെൻഡർ കൊടുക്കുന്ന ആരാ? ഇതെല്ലാം നാഷണൽ ഹൈവേ അതോറിറ്റിയാ. ഭൂമി എടുത്തു കൊടുക്കലാണ് നമ്മുടെ ജോലി. ഇലക്ട്രിസിറ്റി കേബിൾ മാറ്റി കൊടുക്കലാണ് ജോലി. റവന്യൂവിന്റെ ഫോറസ്റ്റുകാരെ കൊണ്ട് മരം സർക്കാരാണല്ലോ. ആ സർക്കാരിന്റെ തലവനായ മുഖ്യമന്ത്രി വിളിച്ചു എന്നത് ഇവിടെ നമ്മൾ കാണണം. അപ്പൊ പിന്നെ യഥാർത്ഥത്തിൽ ഈ റിയാസിനെ വിളിച്ചില്ല എന്ന് പറയുന്നതിന്റെ ഇത്ര പെരുപ്പിക്കാനുണ്ടോ എന്നൊരു ചോദ്യം ഒരുപക്ഷെ ഈ ചർച്ച ഈ ഘട്ടത്തിലെത്തുമ്പോൾ തോന്നില്ലേ? അതായത് ഇത്ര വലിയ എന്നെയല്ല, വ്യക്തിഗതമല്ല, അത് കേരളത്തെ അപമാനിക്കലാണെന്ന് രാവിലെ തന്നെ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞു. കേരളത്തിൽ CPMന്റെ ആകെ നിലപാട് അതാണ്. അങ്ങനെ സംഭവിച്ചൊരു കാര്യത്തിൽ ഇത്രയും വൈകിട്ടായിട്ടും കേരളത്തിന്റെ ഭരണത്തിന്റെ തലവൻ മുഖ്യമന്ത്രി ഒരു പ്രതികരണവും നടത്താത്ത എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രി ശ്രീ അയ്യപ്പദാസ്, മുഖ്യമന്ത്രി മിനിറ്റ് പ്രതികരിക്കുന്ന ആളാണോ? അതുകൊണ്ട് അതിന്റെ യഥാർത്ഥ സമയത്ത് പ്രതികരിക്കുന്ന ആളാണോ? ഇതിന്റെ ഇടയിൽ വറ്റ് കുത്തിയിട്ട് തന്നെ അല്ലാണ്ടെന്താ പറയാ? അതെ, ഞങ്ങൾ ചോറ് തന്നെ ഉള്ളു. വസന്ത് പറഞ്ഞു ഒരു മന്ത്രിയുടെ മതം പറയുന്നതിലേക്ക് എത്തിച്ചു കൊടുത്തു എന്ന്. ആരാ? ഞങ്ങളാ എത്തിച്ചു കൊടുത്തേ, ഞങ്ങളാ മതം എത്തിച്ചു കൊടുത്തേ. അങ്ങനെയാണെങ്കിൽ ഇതേ മന്ത്രിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് അത് ഹൈന്ദവ പെൺകുട്ടിയെ കല്യാണം കഴിച്ചതിനെ വേശ്യാവൃത്തിയായി കാണണമെന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് പ്രസംഗത്തെക്കുറിച്ച് എന്തേ വസന്തേ മിണ്ടാത്ത്? എന്താ വസന്ത അതിനെ കുറിച്ച് ചർച്ച ചെയ്യാത്ത? മൂന്നാമത്തെ കാര്യം വസന്ത് പറഞ്ഞെന്താ, BJPക്ക് അകത്ത് ഇങ്ങനെ കുറേ ആളുകളുണ്ട്, അതുകൊണ്ട് ആ പൊട്ടന്മാരായതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. ആ വർത്തമാനമൊക്കെ ഈ വീട്ടിൽ വെച്ചാൽ മതി എൻ്റെ വസന്തേ. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പാർട്ടിക്കാരും മണ്ടന്മാരും വിഡ്ഢികളും പൊട്ടന്മാരും കൊഞ്ഞാണന്മാരായതുകൊണ്ടാണ് 12 കൊല്ലമായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് പ്രതിപക്ഷത്തിരിക്കുന്നത്, ഇവിടെ 10 കൊല്ലമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്നത്? മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ നേതാക്കന്മാരെ അനാവശ്യം വിളിച്ചു പറയാനുള്ള വേദിയായി ഇത് എടുത്താൽ അതേ നാണയത്തിൽ അങ്ങ് തിരിച്ചു കിട്ടും. അതേ പൊട്ടനും കൊഞ്ഞാണനും ആയതുകൊണ്ടാണ് രാഹുൽ
ഗാന്ധി ഇതേപോലെ തന്നെ നിങ്ങളുടെ അവിടെ ഈ കേന്ദ്രമന്ത്രിക്ക് അഭ്യാസം നടത്തിയിട്ടും നാട്ടുകാരെ വലിച്ചു മറ്റേ പോലെ തുറക്കുന്നത് വിളിക്കാം. ഇന്ത്യൻ ആലപ്പുഴയിലും സമൂഹം തൃശ്ശൂരിലും ആ വർത്തമാനം കയ്യിൽ വെച്ചാൽ മതി കേട്ടോ. ആ വർത്തമാനം കയ്യിൽ വെച്ചാൽ മതി. അതൊന്ന് BJP രംഗത്തേക്ക് വന്നുകൊണ്ട് വരണ്ട. അതൊന്ന് കയ്യിൽ വെച്ചാൽ മതി കേട്ടോ. അത് രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം മരുമകന്റെ കാര്യം. രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് മരുമകന്റെ കാര്യം പറഞ്ഞപ്പോ രാജീവ് നിർത്തണേ. താൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ സംസാരിച്ചില്ലല്ലോ. ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ സംസാരിച്ചില്ലല്ലോ. അന്റെ ഒന്നാമതെയും അന്റെ മണ്ടന്മാരെയും KPCC ഓഫീസിൽ KPCC ഓഫീസിൽ നേർത്തിരിക്കുന്നുണ്ട്. ഓടി വിളിക്കുക KPCC ഓഫീസിന് മുമ്പില്. നിനക്കെന്നെ ശരിക്കും മനസ്സിലായില്ലാന്ന് തോന്നുന്നു. വികസനവുമായി മെട്രോയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി മെട്രോ വികസനവുമായി ബന്ധപ്പെട്ട് പറയട്ടെ മിസ്റ്റർ, ഞാൻ പറയല്ലേ, ഇതെന്ത് മര്യാദയാണ്? ഈ മര്യാദയില്ലായ്മയാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തൊട്ടുള്ളത്. ഞാൻ അങ്ങേ കുറ്റം പറയുന്നില്ല. രാജീവ് ചന്ദ്രശേഖരനല്ലേ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ്? ഈ മര്യാദയില്ലായ്മയാണ് അദ്ദേഹത്തിനുള്ളത്, നിങ്ങൾക്കുള്ളത്. നല്ല ചോദ്യത്തിന് മറുപടി മെട്രോ വികസനവുമായി ബന്ധപ്പെട്ട് മെട്രോയുടെ ഉദ്ഘാടന സമയത്ത് പുതിയൊരാളെ തന്നല്ലോ, കുമ്മനം രാജശേഖരനെ കയറ്റിക്കൊണ്ടുവന്ന് നിങ്ങൾ കുമ്മനടി ഉണ്ടാക്കിയല്ലോ. അതുപോലെയാണ് ഇന്ന് ചന്ദ്രനടി ഉണ്ടായത്. ഏറ്റവും കുറഞ്ഞത് അന്ന് കുമ്മനടി ആവർത്തിച്ചതുപോലെ ഇന്ന് ചന്ദ്രനടി ഉണ്ടാക്കാൻ നിങ്ങൾ അവസരം ഉണ്ടാക്കി കൊടുത്തല്ലോ. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ സംഘടന കയ്യിൽ വെച്ചാൽ മതി. രാജീവ് ചന്ദ്രശേഖർ മുൻ കേന്ദ്രമന്ത്രിയാണ്, മുൻ MP ആണ്. മനസ്സിലായില്ല പ്രശ്നം. നോക്കൂ, അല്ല, അത് മുൻ കേന്ദ്രമന്ത്രി പ്രോട്ടോകോളിലുണ്ടോ? ബ്ലൂ ബുക്ക് പ്രോട്ടോകോളിൽ മുൻ കേന്ദ്രമന്ത്രി PM-ന്റെ പരിപാടിയിലുണ്ടോ? അങ്ങനെ പറ. ഇല്ല, അങ്ങനെ ഇല്ല. അതുകൊണ്ട് കൂടുതൽ വർത്തമാനം പ്രശ്നമൊന്നുമില്ല. എല്ലാവരും ഞങ്ങൾ വിളിക്കും. സംയുക്തമായി പറയുന്നു, ഞങ്ങൾ വിളിക്കും. നിങ്ങൾക്ക് എന്താ കുഴപ്പം? എനിക്ക് പ്രശ്നം. അങ്ങ് ഇടപെട്ട ഒരു പ്രശ്നമുള്ള ആളല്ലേ? പറഞ്ഞു കൊടുക്കണേ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.